ഹലോ! എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ 2025 എല്ലാം നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദേ പൊട്ടുദോശ ഉണ്ടാക്കിയാണ്. ഇന്നലെ തന്നെ അരി ഉഴുന്നൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. വലിയതായിട്ട് ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു പൊട്ടുദോശ വേണമെന്നും പറഞ്ഞിട്ട് മക്കൾ ദേ പൊട്ടുദോശ ഉണ്ടാക്കി എടുക്കുകയാണ്. പിന്നെ കുറച്ച് ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡലി കഴിക്കേണ്ടവർക്ക് ഇഡലി കഴിക്കാം, ദോശ കഴിക്കേണ്ടവർക്ക് ദോശ കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ചമ്മന്തിയും ദോശയും കൂടെ കഴിക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ്പാർ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നേ, കഷ്ണം കുറവായിരുന്നു. പിന്നെ പരിപ്പൊക്കെ ഇട്ടിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞു സാമ്പാർ, അത്രയേ ഉള്ളൂ. അപ്പോൾ കഴിക്കാനിരുന്നപ്പം മക്കൾക്കൊരു കൗതുകം തോന്നി ചെയ്തതാണ്. പൊട്ടുദോശ ഉള്ളപ്പോൾ 2 കണ്ണുണ്ടാക്കി വെച്ചു, ചുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് അവർ 3 പേരും കൂടെ അമ്മ വീട്ടിലേക്ക് പോവുകയാണ്. അതായത് എൻ്റെ വീട് വളവനാടാണ്. അവരങ്ങോട്ട് പോവുകയാണ്. അവരെ 3 പേരെയും കൂടെ അങ്ങോട്ട് അച്ഛനും അമ്മയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പോകാൻ റെഡിയായി. ഓട്ടോ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ 3 പേരും കൂടെ ഉള്ളത് കൊണ്ട് ഓട്ടോയിലാണ് പോകുന്നത്. അവരോടൊപ്പം ഞാനും കൂടെ ചെല്ലാൻ വേണ്ടിയിട്ട് മക്കൾ ഒരുപാട് നിർബന്ധിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകാതിരുന്നത്. ഇനി അവരവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ കുറച്ച് കാണാം. അപ്പോൾ അവിടെ ചെന്നിട്ട് റോഡിൽ നിന്നും കുറച്ചിങ്ങോട്ട് നടന്നാലാണ് വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ അച്ഛൻ്റെ വാതിക്ക് നിൽപ്പുണ്ട്. ഇതാണ് എൻ്റെ വീട്. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ എൻ്റെ വീട് കാണിച്ചിട്ടുള്ളതാണ്. അമ്മയുടെ ഗാർഡനൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് പുട്ടും മുട്ടയാണ് അമ്മ ഉണ്ടാക്കി വെച്ചത്. മുട്ട റോസ്റ്റും പുട്ടുമായിരുന്നു. അങ്ങനെ അത് കഴിക്കാനായിട്ട് എടുത്ത് വെച്ച് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ട് കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. അവിടെ അമ്മയ്ക്ക് പച്ചക്കറി കൃഷിയും ചെടികളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കാണാം. നല്ല ഭംഗിയുള്ള ഒത്തിരി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മോനാണ് കേട്ടോ എടുത്തിട്ടുണ്ടോന്ന് തന്നത്. ഞാൻ പോയിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അമ്മ വീട്ടിൽ പോയതിൻ്റെ വിശേഷം കൂടെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. നല്ല ഭംഗിയുള്ള ഒത്തിരി ചെടികളൊക്കെ ഉണ്ട്. അമ്മ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് കുഴിച്ച് വയ്ക്കും. അത് കാരണം നനയ്ക്കാൻ ഒരുപാട് സമയം എടുക്കും, ഒത്തിരി സമയം. അതിന് അച്ഛൻ എപ്പോഴും വഴക്കാണ് കേട്ടോ. എവിടെ പോയാലും ചെടികളൊക്കെ കൊണ്ടുവന്ന് വെക്കും, സമയത്തൊന്നും നനച്ച് തീരില്ലെന്നും പറഞ്ഞിട്ട് അച്ഛൻ ഇവിടെ വരുമ്പോൾ എന്നോടും പറയാറുണ്ട്. അത് കാരണം വീട്ടിൽ നിന്നെങ്ങും പോകാൻ പറ്റത്തില്ല. കാര്യം ഈ നല്ല വെയിലാണെങ്കിൽ പിന്നെ ഇതൊന്നും നനച്ചില്ലെങ്കിൽ പെട്ടെന്ന് വാടുമല്ലോ. വാഴയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നനയ്ക്കണം. അപ്പോൾ ഈ കാണുന്ന ഇലച്ചെടികളൊക്കെ കണ്ട നല്ല ഭംഗിയാണ്. ഞാൻ പിന്നെ കൂടുതലും ചെടികളൊന്നും കൊണ്ടൊന്നും ഇവിടെ വെക്കാത്ത എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ റെന്റിനാണ് താമസിക്കുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേറെ നമ്മുടെ വീട്ടിലേക്ക് മാറുന്ന സമയത്താകുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ചെടികളൊക്കെ വെക്കാമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും വെക്കാത്തത്. ഇവിടെ കറിവേപ്പിലയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ കറിവേപ്പില വെച്ചിട്ട് പിടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛൻ വരുമ്പോഴാണ് എനിക്ക് കറിവേപ്പിലയൊക്കെ കൊണ്ടുവന്ന് തരുന്നത്. പിന്നെ അനിയത്തിൻ്റെ വീട്ടിലും ഉണ്ട് കറിവേപ്പില, വലിയ മരമായിട്ടുണ്ട്, അവിടെ നിന്നും കൊണ്ടുവന്ന് തരാറുണ്ട്. പിന്നെ ഇത് നല്ലൊരു ഇലച്ചെടിയാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പുറത്തുള്ള കാഴ്ചകൾ. പിന്നെ ഇത് ഉച്ചയ്ക്ക് അവർക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കറികളും ഒക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിന് ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ട്, മോര്, പിന്നെ അച്ചാറുണ്ടായിരുന്നു, തോരൻ, അങ്ങനെ കക്കാർച്ചി ഉണ്ടായിരുന്നു, പപ്പടം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവർ ഊണ് കഴിച്ചപ്പോൾ എടുത്തതാണ്. അപ്പോൾ ഈ കറികളിൽ ബീഫും കക്കയിറച്ചി, മോര്, ഈ 3 ഐറ്റം അമ്മ എനിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അവർ തിരിച്ചു പോരുമ്പോഴേ. ഞങ്ങൾ പരസ്പരം ഇങ്ങനെയാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ കറികളുണ്ടെങ്കിൽ എനിക്ക് തന്നു വിടും. അതുപോലെ ഞാൻ ഇവിടെ കറികളൊക്കെ വയ്ക്കുമ്പോൾ കൂടുതലുണ്ടെങ്കിൽ അച്ഛനും അമ്മയും പോകുമ്പോൾ ഞാനും കൊടുത്തു വിടും. അനിയത്തിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. ഞങ്ങൾ പരസ്പരം അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു സ്നേഹമാണല്ലേ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കൽ വാങ്ങലൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു 3-3:30 ആയപ്പോഴത്തേക്ക് അവർ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുറച്ച് മുന്തിരി ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുകയാണേ. നല്ല മധുരമുള്ള മുന്തിരിയായിരുന്നു. അപ്പോൾ കുരുവില്ലാത്ത മുന്തിരിയായിരുന്നു. പിന്നെ ആപ്പിൾ ഉണ്ടായിരുന്നു, ആപ്പിളും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഇതിനിടയ്ക്ക് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മ വീട്ടിൽ പോയിട്ട് വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട്.
പിന്നെ അവിടെ ചിറ്റനുണ്ടായിരുന്നു, പിന്നെ മാമനും മാമിയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വീഡിയോയിലൊന്നും അവരാരും വരത്തില്ല കേട്ടോ. നമ്മൾ നിർബന്ധിച്ചാലും അവരറിയാതെയൊക്കെ വല്ലപ്പോഴും കൂടെയൊക്കെ ഇതുപോലെ വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. അല്ലാതെ അവർക്കാർക്കും വരാൻ അത്ര താല്പര്യം ഇല്ലാത്തവരാ കേട്ടോ. പിന്നെ വൈകുന്നേരം ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നാത്തൂൻ്റെ മോനുണ്ടായിരുന്നു. അപ്പോൾ അവൻ വന്നെന്ന് വെച്ചെന്ന് അടുത്ത ഞായറാഴ്ച മക്കളെ അവരുടെ വീട്ടിലോട്ട് ക്ഷണിക്കാനായിട്ട് വന്നതാണ്. നേരത്തെ വന്ന് പറഞ്ഞിരുന്നതാണ്, എന്നാലും അവൻ്റെ വകയായിട്ട് ഒന്നുകൂടെ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നതാണ്, പക്ഷെ അന്ന് നമ്മൾ വർക്കല കല്യാണത്തിനൊക്കെ പോയത് കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അവരുടെ വീട് ആലപ്പുഴ ടൗണിനടുത്താണ്. അപ്പം മുല്ലയ്ക്ക് ചെറുപ്പൊക്കെ ആയിരുന്നു അന്ന് ചെല്ലാനാണ് പറഞ്ഞത്. അത് നമുക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നേ. പിന്നെ ദേ വൈകുന്നേരം അമ്പലത്തിൽ പോയപ്പം അവിടെ കുട്ടികളുടെ അരങ്ങേറ്റമൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.